പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ എംഎൽഎ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് സിബിഐ കോടതി. 10 പേരെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. സിബിഐ പ്രതി ചേർത്ത 10ൽ 4 സിപിഎം നേതാക്കളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. SS ശരൺ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ശരൺ, പ്രതികൾ 14 പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ശിക്ഷാവിധിക്ക് അധിക ദിവസം ബാക്കിയില്ല. ഇന്ന് തന്നെ ശിക്ഷ വിധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഈ തെളിഞ്ഞ കുറ്റങ്ങൾക്കൊക്കെ ഏത് രീതിയിലുള്ള ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്? സ്നേഹ, കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതകം അത് നടന്ന് 5 വർഷം പിന്നിടുമ്പോഴാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഈ മൊത്തത്തിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ മൊത്തത്തിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 24 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്നുള്ളതാണ് എറണാകുളം CBI കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് 10 പേരെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും അന്വേഷണം വേർതിരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ 14 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം കോടതികൾ സമർപ്പിച്ചിരുന്നത്. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഈ 14 പേരിൽ 4 പേര് ഒഴികെ 10 പേരും കുറ്റക്കാരാണെന്നുള്ളതാണ് എറണാകുളം CBI കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ അധികമായിട്ട് 10 പ്രതികൾ കൂടി ഉണ്ടായിരുന്നതാണ്. അതിൽ 6 പേരെ വെറുതെ വിടുകയും 4 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രതികളുടെ മൊത്തമായ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരനാണ്. പീതാംബരൻ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നതാണ്. ഇയാൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ഇയാൾ കുറ്റക്കാരനാണെന്നുള്ളത് എറണാകുളം CBI കോടതി കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാം പ്രതി സജി ജോർജാണ്. സമാനമായ വകുപ്പുകളാണ്. ഇതിന് പുറമെ തന്നെ 3-ാം പ്രതിയായ സുരേഷ്, 4-ാം പ്രതിയായ അനിൽകുമാർ, 5-ാം പ്രതിയായ ഗിജിൻ, 6-ാം പ്രതിയായ ശ്രീരാഗ്, 7-ാം പ്രതിയായ അശ്വിൻ, 8-ാം പ്രതിയായ സുബീഷ്. അതായത് ഇതിൻ്റെ ഒരു സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ആക്രമണം ശരത്ലാലിനെയും കൃപേശനെയും ആക്രമിക്കുന്നത് ഈ 8-അംഗ സംഘമാണ്. അങ്ങനെ 8-അംഗ സംഘം കുറ്റവാളികളാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണെന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റുള്ള പ്രതികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 9-ാം പ്രതിയായ മുരളി, അയാൾക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അപ്പു എന്ന് വിളിക്കുന്ന രഞ്ജിത്ത് T 10-ാം പ്രതിയാണ്. ഇയാൾക്കും സമാനമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരുന്നത്. കുട്ടൻ എന്ന് വിളിക്കുന്ന പ്രദീപ് 11-ാം പ്രതിയാണ്. ഇയാളെ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. 12-ാം പ്രതിയായ ആലക്കോട് മണി എന്നറിയപ്പെടുന്ന മണികണ്ഠൻ B, ഇയാളെയും വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി CPM നേതാക്കളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ വിധി വരുമ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് പ്രധാനപ്പെട്ട CPM നേതാക്കൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തുമെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട 4 നേതാക്കളിൽ ഒരാൾ ഒഴികെ 3 പേരും കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതായത് 13-ാം പ്രതിയായിട്ട് ചേർത്തിരുന്നത് ക്രൈംബ്രാഞ്ച് തന്നെ പ്രതി ചേർത്തിരുന്ന വ്യക്തിയാണ് ബാലകൃഷ്ണൻ, N ബാലകൃഷ്ണൻ. നേരത്തെ CPM പെരിയ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ഇയാളെ വെറുതെ വിട്ടിട്ടുണ്ട്. എന്നാൽ മറ്റ് നേതാക്കൾ, അതായത് K മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഒപ്പം 20-ാം പ്രതി KV കുഞ്ഞിരാമൻ മുൻ MLA ആണ്. മുൻ ഉദുമ MLA ആയ KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 21-ാം പ്രതിയായ രാഘവൻ വെളുത്തോളി, ഇയാൾ നേരത്തെ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ഇതിന് പുറമെ തന്നെ 22-ാം പ്രതിയായ ഭാസ്കരൻ വെളുത്തോളിയെയും കുറ്റക്കാരനെ കണ്ടെത്തി. അങ്ങനെ പ്രധാനപ്പെട്ട 4 നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശിക്ഷ, അതായത് വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്വാഭാവികമായിട്ടും ശിക്ഷയിന്മേലുള്ള വാദം നടക്കുകയുണ്ടായി. അങ്ങനെ വാദം നടന്ന സമയത്ത് ചില പ്രതികൾ, 7-ഉം 8-ഉം പ്രതികൾ ചില കുടുംബ പ്രാരാബ്ദം അടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ 15-ാം പ്രതി കോടതിയിൽ പ്രതികരിച്ചതാണ് വിചിത്രമായ ഒരു മറുപടി. അതായത് ഇയാൾ പ്രധാനമായും പറഞ്ഞത് തനിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന്, തന്നെ തൂക്കിക്കൊല്ലണം എന്നുള്ളതാണ്, തനിക്കിനി ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തത്. അതായത് ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ശിക്ഷാവിധി പ്രഖ്യാപിക്കാനായി മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ശരി, പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. CPIക്ക് തന്നെ വലിയ അടി ഏറ്റിരിക്കുകയാണ്. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകവും കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിരിക്കുകയാണ്. CBI പ്രതി ചേർത്ത 10ൽ 4 CPM നേതാക്കളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾക്കുള്ള ശിക്ഷാവിധി വെള്ളിയാഴ്ചയാണ് വിധിക്കുക. SS ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.